ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നാടൻ രീതിയിൽ വെണ്ടയ്ക്കയും മാങ്ങയും കൂടെ മുളകിട്ട ഒരു കറി റെഡിയാക്കിയാലോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ നമുക്കിപ്പോൾ മാങ്ങയുടെയൊക്കെ സീസണല്ലേ, അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് എങ്ങനെ ഇത് റെഡിയാക്കാമെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ഒരു 3 അല്ലി വെളുത്തുള്ളി കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വെണ്ടയ്ക്കയും ഒരു സവാളയുടെ ചെറിയ ഒരു പീസും എടുത്ത് അതൊന്നും എണ്ണയിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങയും പച്ചമുളക്, വേപ്പില, അതുപോലെ വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായി ഇളക്കിയ ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും ഉള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവ് കുറവായിരിക്കും, നല്ലൊരു കളറും കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് കറിയാണ് ഉണ്ടാക്കുന്നത്, അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതിലിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയാണ് കറി ആവശ്യമെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് എല്ലാതും ചേർക്കാവുന്നതാണ്. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തിളച്ച് മാങ്ങയും വെണ്ടയ്ക്കൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, മാങ്ങയും വെണ്ടയ്ക്കൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഇത് തിളച്ച് വേവുമ്പോൾ ഇതിന് നല്ല കുറുക്കവും കിട്ടും കേട്ടോ. നമുക്കിത് വെണ്ടയ്ക്ക ഇല്ലാതെ വെറുതെ മാങ്ങ വെച്ചിട്ടും ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റില്ലേ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണ്ട. നമ്മുടെ വീട്ടിലുള്ള മാങ്ങ വെച്ചിട്ടും നമുക്കിത് റെഡിയാക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ റെഡിയായ കറി ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റിൽ അറിയിക്കണേ.